കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തലക്കാലടിച്ചത് പോലീസ് ഫസ്റ്റ് അടി തലക്ക് ഒരു പ്രകോപനം ഇല്ലാത്ത സമയത്ത് അടിക്കാലോ സുഖമായിട്ട് വടിയുണ്ടല്ലോ. ഇത് ഇതുകൊണ്ട് പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഉറപ്പായിട്ട് ശക്തമായ പ്രതിഷേധം നാളെ മുതൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടോ. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പോലും ഇങ്ങനെ ഒരു കുട്ടിക്ക് ശ്രമിച്ചപ്പോൾ ആ കുട്ടിയുടെ സ്റ്റേജ് എന്താണെന്ന് പോലും ഇവിടുത്തെ അധികാരികൾ വെളിപ്പെടുത്തുന്നില്ല. പോലീസും മാനേജ്മെന്റും ഇതിന്റെ അധികാരികളും കൂടി ആ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പോലും വെളിപ്പെടുത്താതെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് മാനേജ്മെന്റിന്റെ സെക്യൂരിറ്റി പണിയാണ് ഇവിടുത്തെ പോലീസ് കാഞ്ഞങ്ങാട്ടെ പോലീസ് എടുക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നും പോലും വെളിപ്പെടുത്താതെ മാനേജ്മെന്റിന്റെ സെക്യൂരിറ്റി പണിയെടുക്കുന്ന ഈ പോലീസും ഈ മാനേജ്മെന്റും കൂടി ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണെന്നാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായിട്ടുണ്ടാവും. സമാധാനപരമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോന്റെ തലയാണ് ഇവിടെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ പോലീസ് ഈ പോലീസിനും ഈ മാനേജ്മെന്റിനെതിരെ ഇനിയും ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അവർ സമാധാനപരമായി നടത്തിയ സമരത്തെ പോലീസ് അതിക്രമം നടത്തി. പോലീസ് പ്രവർത്തകരുടെ തലയിടിച്ച് പൊളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. സമാധാനപരമായിരുന്നു കാര്യങ്ങൾ. മാനേജ്മെൻറ്റും പോലീസും ഒത്തുചേർന്നുകൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തിയ വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിൽ കൃത്യമായ വ്യക്തത പുറത്തു വരേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ മാർച്ച് നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിലുണ്ട്. നിഖിൽ, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതിഗതികൾ? വിശദാംശം. പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് ലാത്തി വീശുകയും പോലീസിന്റെ ലാത്തി വീശുന്നതിനിടെ നേതാക്കൾക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പരിസരം മാറാനുള്ള കാരണമായത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോന്റെ തലയ്ക്കാണ് പോലീസിന്റെ ലാത്തിയടിയിൽ പരിക്കേറ്റത്. ഇതാണ് വലിയ രീതിയിലുള്ള പ്രകോപനമായി പിന്നീട് മാറുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. നേരത്തെ സമാനമായ രീതിയിൽ SFIയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചും പ്രതിഷേധത്തിൽ കലാശിച്ചിരുന്നു. ഈ പ്രതിഷേധിക്കുന്ന ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഈ ഹോസ്റ്റൽ വാർഡനെതിരെ നടപടിയെടുക്കണമെന്നുള്ളതാണ്. ഈ സംഭവം നടന്ന് ഇത്രയും സമയമായിട്ടും ഒരു നടപടിയിലേക്കും ആശുപത്രി മാനേജ്മെന്റ് കടന്നിട്ടില്ല. മാത്രമല്ല, ഈ കുടുംബം, ഈ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ട് പോലും ഇതുവരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അത് പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറുന്നു. അതിനൊപ്പം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള കാര്യമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 50% ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഈ പെൺകുട്ടിക്ക് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ നിലയിൽ തുടരുമ്പോൾ പോലും ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഈ ആരോഗ്യസ്ഥിതി എന്താണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ മൻസൂർ ആശുപത്രി മാനേജ്മെന്റിന് വേണ്ടി പോലീസ് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. വിവരങ്ങൾ പുറത്തുവിടാതെ മാനേജ്മെന്റിന് വേണ്ടി ഈ പോലീസ് ചില നടപടികൾ സ്വീകരിക്കുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ SFI നടത്തിയ മാർച്ചും അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SFI പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറന്ന് ആശുപത്രിയിലേക്ക് കടക്കാൻ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സംഭവം, അതായത് ഹോസ്റ്റലിൽ വാർഡന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് പോകുന്നു. അതിൽ ഒരു നടപടിയും ഇത്രയും സമയമായിട്ടും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 24 മണിക്കൂറിലേറെ പിന്നിടുകയാണ് സംഭവം നടന്നിട്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യം. അത് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു കാരണവുമാകുന്നത്. ഈ ആശുപത്രിയുടെ മുന്നിലാണ്, അതുകൊണ്ട് ഇവിടെ സമരം ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ SFI മാർച്ചിൽ പോലീസ് പ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉള്ളപ്പോൾ പോലും പോലീസ് കൃത്യമായി
കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു ആരോപണം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എല്ലാം തന്നെ പോകുന്ന ഒരു സാഹചര്യം കാഞ്ഞങ്ങാട് രൂപപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.